ഗൾഫാണോ, ഗൾഫ് 2 റിയാൽ കൊടുത്താൽ 1-ാം നമ്പർ തൈര് കിട്ടും. നേരെ പീടി പോയിട്ട് എന്ത് കൊണ്ടുവരും? മീൻ കൊണ്ടുവരും. മീൻ കുബൂസും മീനും. അതിക്ക് എന്തുണ്ട് ഒഴിക്കും? എൻ്റെ കഥ കഴിഞ്ഞു. എന്നെ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഷോക്കേസിൽ വെക്കാം, വേറൊരു പകരത്തിന് പറ്റില്ല. എത്ര മോനെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? തൈരും മീനും കൂട്ടണ ചങ്ങാതിനെ ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഒന്നിനും പറ്റില്ല. ഓനെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാം. അവിടുന്ന് വരാതെ നന്നായി, പൈസ കിട്ടുമല്ലോ. ഇവിടെ വന്നിട്ട് ഓനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് മലയാളിയുടെ ഇഷ്ടഭക്ഷണമാണോ അല്ലേ? പറയും. തൈരും മീനും ഇഷ്ടഭക്ഷണമാണോ അല്ലേ? ഈ തൈരും മീനും മനസ്സിലായില്ല. എന്നാൽ മീൻ മുളുട്ടത്, മത്തി മുളുട്ടത്, അതേപോലെ തന്നെ അയില മുളുട്ടത്, അതിലേക്ക് എന്ത്? പാൽച്ചായ. ഇത് നമ്മുടെ സ്വഭാവമാണോ അല്ലേ? ഇത് നമ്മളെ പാൽച്ചായനെ പറ്റി വേറെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. ഈ പാൽച്ചായനെ പറ്റി വർത്താനം വരാൻ പോകുന്നുണ്ട്, പിന്നീട് പറയാം. ആയിക്കോട്ടെ, പിന്നെ പറയാം. അപ്പം ചിലർ ചോദിക്കാം, പിന്നെ എന്താ തിന്നാൻ? എനിക്ക് തിന്നാല്ലേ ഒന്നും? അല്ല, ഈ ദുനിയാവിൽ തിന്നാൻ നിറച്ചിട്ടുണ്ട്. പക്ഷെ ചേരുവ നോക്കണം. തൈര് എന്ന് പറഞ്ഞ നല്ല സാധനമാണ്. പക്ഷെ എന്തിലേക്ക് പറ്റൂല? മീനിലേക്ക് പറ്റൂല. തൈര് മീൻ ബിരിയാണിയിലേക്ക് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. കഴിഞ്ഞിടയ്ക്ക് പിന്നെ വരണ്ടാന്ന് ഗൾഫിൽ ഈ തൈരും മീനും കൂട്ടി തിന്നണ ചങ്ങായി. ഏതായാലും എന്നെ കൊണ്ട് നാട്ടിലൊന്നും വലിയ ഉപകാരമൊന്നും എൻ്റെ പെണ്ണുകൾക്ക് ഉണ്ടാവില്ല. അത് ഉറപ്പ് ഞാൻ എനിക്ക് എഴുതി ഒപ്പിട്ട്. കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഒരു ജീവിത സുഖം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഈ ദാറുൽ ഖുർആനിൽ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. എത്ര വയസ്സ്? 30 ചില്ലാനം. എന്തിനു പറ്റിയത് ബോഡിയുടെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തി. ഇങ്ങനൊന്നും നടക്കൂല. ഇങ്ങനെ എന്നെ നടക്കും. ഓൻ പട്ടിണി കിടക്കണം. എന്നിട്ട് ഇതൊക്കെ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഇതൊക്കെ പുറത്താക്കണം. ദായിമ സൗമ്, ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നോവർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോനെ എന്നറിയണ്ട. അതിനെ അനുസരിച്ച് ആ മനുഷ്യന് ആരോഗ്യം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പുറത്ത് നടക്കലല്ല, നമ്മൾ ഇവിടെ നിറഞ്ഞിട്ട് പുറത്തൊക്കെ കെട്ടി നടക്കുക നമ്മൾ ചെയ്യുക.